സ്ത്രീപീഡനം. ആയിരത്തി 400 വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യയിൽ ഒരു വിഭാഗം അറബികളിൽ പെൺകുഞ്ഞു പിറന്നാൽ ജീവനോടെ കുഴിച്ചുമൂടുന്ന പതിവുണ്ടായിരുന്നു. സ്ത്രീജന്മം ശാപവും പാപവും ആയി കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. എന്നാൽ ഈ ആധുനിക യുഗത്തിൽ പരിഷ്കൃതരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവരും അതേ മനോഭാവം വെച്ചു പുലർത്തുന്നവരാണ്. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചയക്കണമെങ്കിൽ പെണ്ണിനോളം പൊന്നും പണവും കൊടുക്കേണ്ടി വരുന്നതിനാൽ പെണ്ണ് രക്ഷിതാക്കൾക്ക് ഭാരമായി തീരുന്നു. അപരിഷ്കൃതരായ അറബികൾ പെൺകുഞ്ഞിനെ കുഴിച്ചുമൂടിയെങ്കിൽ പരിഷ്കൃതരായ ആധുനിക സമൂഹം ശാസ്ത്രത്തിന്റെ സഹായത്തോടെ ഗർഭത്തിൽ വെച്ച് തന്നെ വധിച്ചു കളയുന്നു എന്ന അന്തരമേയുള്ളൂ. സ്ത്രീധന പീഡനങ്ങളുടെ പേരിൽ നമ്മുടെ നാട്ടിൽ ഒരു വർഷം 1,00,000 സ്ത്രീകളാണ് വധിക്കപ്പെടുന്നത്. ലൈംഗിക പീഡനങ്ങളും അതിനോടനുബന്ധിച്ചുള്ള കൊലപാതകങ്ങളും വേറെയും. പെണ്ണ് ഭാരമാകുന്ന തരത്തിൽ സ്ത്രീധനം പോലെയുള്ള ആചാരങ്ങളെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല തന്നെ. സ്ത്രീക്ക് പുരുഷൻ നൽകേണ്ട വിവാഹമൂല്യം മാത്രമാണ് വൈവാഹിക കർമ്മത്തിലെ സാമ്പത്തിക ഇടപാട്. മാത്രമല്ല, സ്ത്രീക്ക് ഉന്നതമായ പദവിയും ഇസ്ലാം കൽപ്പിക്കുന്നു. കുഞ്ഞിക്കാലു കാണാൻ ഒടുങ്ങാത്ത മോഹം. ഒടുവിൽ ആ കുഞ്ഞിക്കാൽ പാദസരമണിയേണ്ടതെന്നു കാണുമ്പോൾ അരിഞ്ഞു വീഴ്ത്തുന്ന ക്രൂരതയ്ക്ക് നാം എവിടെ വാക്കുകൾ തിരയും?